പത്രികാ സമർപ്പണം അവസാന മണിക്കൂറിലേക്ക് കടന്നതോടെ വൻ തിരക്കാണ് കളക്ടറേറ്റുകളിലും മറ്റ് കേന്ദ്രങ്ങളിലും അനുഭവപ്പെടുന്നത്. മുന്നണി സ്ഥാനാർത്ഥികളെ കൂടാതെ വിമതന്മാരുടെ തിരക്കും അവസാന മണിക്കൂറിൽ കാണുന്നുണ്ട്. 3 മണി വരെയാണ് സമയമെങ്കിലും നേരത്തെ ടോക്കൺ നൽകിയവർക്ക് പത്രിക നൽകാനുള്ള അവസരം നൽകിയേക്കും. ഇന്നലെ വരെ 56,173 പേർ മാത്രമാണ് പത്രിക നൽകിയിരുന്നത്. ഇന്ന് മാത്രം 1.5 ലക്ഷത്തോളം പേർ പത്രിക നൽകിയേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആകെയുള്ള 21,905 വാർഡുകളിലായി 2 ലക്ഷം പേരെങ്കിലും മത്സരരംഗത്തുണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ. നാളെ സൂക്ഷ്മ പരിശോധന നടക്കും. 17-നാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. പത്രികാ സമർപ്പണം അവസാന മണിക്കൂറുകളിലേക്ക് കടന്നതോടെ വൻ തിരക്കാണ് കളക്ടറേറ്റുകളിലും മറ്റ് കേന്ദ്രങ്ങളിലും അനുഭവപ്പെടുന്നത്. മുന്നണി സ്ഥാനാർത്ഥികളെ കൂടാതെ വിമതന്മാരുടെ തിരക്കും അവസാന മണിക്കൂറിൽ കാണുന്നുണ്ട്. 3 മണി വരെയാണ് സമയമെങ്കിലും നേരത്തെ ടോക്കൺ നൽകിയവർക്ക് പത്രിക നൽകാനുള്ള അവസരം നൽകിയേക്കും. ഇന്നലെ വരെ 56,173 പേർ മാത്രമാണ് പത്രിക നൽകിയിരുന്നത്. ഇന്ന് മാത്രം 1 ലക്ഷത്തോളം പേർ പത്രിക നൽകിയേക്കുമെന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ആകെയുള്ള 21,905 വാർഡുകളിലായി 2 ലക്ഷം പേരെങ്കിലും മത്സരരംഗത്തുണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ. നാളെ സൂക്ഷ്മ പരിശോധന നടക്കും. 17-നാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കങ്ങൾ തന്നെയാണ് അവസാന ദിനത്തിലെ ഈ വൻ തിരക്കിന് കാരണവും. മുന്നണി സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള മത്സരം പോലും ഉണ്ടാകുമെന്ന വ്യക്തമായ സൂചന ഇതോടെ ഉണ്ടായിക്കഴിഞ്ഞു. തിരുവനന്തപുരത്ത് നിന്നും ജി ശ്രീജിത്ത്, റിപ്പോർട്ടർ.